എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ, തോൽപ്പാവക്കൂത്തിൻ്റെ കലാകാരൻ. കേരളത്തിൽ തോൽപ്പാവക്കൂത്തെന്ന് പറയപ്പെടുന്ന കലാരൂപം എത്രയോ നൂറ്റാണ്ടുകളായി ഭദ്രകാളി കാവുകളിൽ പൂരം ഉത്സവത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും, കൂടാതെ തൃശ്ശൂർ, മലപ്പുറം ഈ ജില്ലകളിൽ ഭാഗികമായും ക്ഷേത്രങ്ങളിലാണ് ഈ പാവക്കൂത്ത് അവതരിപ്പിച്ച് വരുന്നത്. എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരാണ് തോൽപ്പാവക്കൂത്ത് കല ജനകീയമാക്കി ക്ഷേത്ര മതിലിന് പുറത്ത് കൊണ്ടുവന്നത്. 13 തലമുറകളായി ഞങ്ങൾ ചെയ്തു വരുന്ന പാരമ്പര്യ കുടുംബത്തിൽപ്പെട്ട ആ കലാകാരന്മാരാണ്. അതിന് മുൻപുള്ള ചരിത്രത്തെക്കുറിച്ചൊന്നും ആർക്കും തന്നെ കൂടുതൽ പറയുവാൻ കഴിയുകയില്ല. കാരണം ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു കലാരൂപമാണ്. ലോകത്തിലെ ആദ്യത്തെ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായി എല്ലാവരും പറയുന്നത് തന്നെ തോൽപ്പാവക്കൂത്താണ്. ആദ്യം ഒരു ചൈതന്യമുണ്ടായി, പിന്നെ പ്രകൃതി ഉണ്ടായി, സൂര്യനുണ്ടായി. സൂര്യൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ നിഴലിൽ നിന്നും ആ ആദ്യ മനുഷ്യൻ അവൻ്റെ അവയവങ്ങളായിട്ടുള്ള കൈകൾ കൊണ്ടും കാൽ കൊണ്ടും ചലനങ്ങൾ സൃഷ്ടിക്കുകയും ആ ചലനത്തിൻ്റെ നിഴൽ കണ്ടുകൊണ്ട് ആ നിഴലും നൃത്തവും ചേർന്ന ലോകത്തെ തന്നെ ആദ്യത്തെ കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. എല്ലാ രാജ്യങ്ങളിലും, അതായത് ഭാരതത്തിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഈ നിഴൽപ്പാവക്കൂത്ത്. പാവകളി അത് നിങ്ങൾ കേട്ടിരിക്കാം, മോഹൻജദാരോ ഹാരപ്പയെക്കുറിച്ച് കേട്ടിരിക്കാം. അപ്പോൾ പാവകളെ അവിടെ കളിമണ്ണ് കൊണ്ടുള്ള പാവകളെ കൊണ്ടായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് എന്ന് നമ്മളുടെ പാഠ്യവിഷയങ്ങളിലൊക്കെ എല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തോൽപ്പാവക്കൂത്തും വളരെ പ്രൗഢഗംഭീരമായി ഈ 3 ജില്ലകളിലും, പാലക്കാടിലും കൂടാതെ തൃശ്ശൂർ, മലപ്പുറം ഈ ജില്ലകളിലും 85ഓളം ഭദ്രകാളി കാവുകളിലാണ് തോൽപ്പാവക്കൂത്ത് നടത്തി വരുന്നത്. കേരളത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ദേവീ സങ്കല്പങ്ങളാണ്. ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എല്ലാ കലാരൂപങ്ങളും. തെയ്യം, തിറ, പടയണി, തോൽപ്പാവക്കൂത്ത്, അതുപോലെ തന്നെ എല്ലാ കലാരൂപങ്ങളും ദേവിക്ക് വേണ്ടി ആണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത് ഭദ്രകാളി ദാരികാസുരനുമായി യുദ്ധം ചെയ്യാൻ പോയ അതേ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധമുണ്ടായിരുന്നത്. അപ്പോൾ രാമൻ രാവണനെ കൊല്ലുന്നത് ഭദ്രകാളിക്ക് കാണുവാൻ സാധിച്ചില്ലത്രേ. കാരണം ഭദ്രകാളി അപ്പോൾ ദാരികാസുര വധത്തിൽ എൻഗേജ് ആയിരുന്ന കാരണം കൊണ്ടാണ് ഇത് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ തൻ്റെ പിതാവായിട്ടുള്ള പരമേശ്വരൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുകയാണ്, അല്ലയോ പിതാവേ, എനിക്ക് രാമരാവണ യുദ്ധം കാണണം, അത് കാണാനുള്ളൊരവസരം ഉണ്ടാക്കി തരണം. ആ ഒരു സംഭവം കഴിഞ്ഞു പോയല്ലോ, അപ്പോൾ നിഴൽ നാടക രൂപത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാമായണ കഥ സാക്ഷാൽ പരമേശ്വരൻ തന്നെ എഴുതി തൻ്റെ പുത്രിക്ക് വേണ്ടി എഴുതി ചിട്ടപ്പെടുത്തി ചോള സാമ്രാജ്യത്തിലെ കമ്പരായി അവതരിച്ചു അത്രേ. അപ്പോൾ അതാണ് കമ്പരാമായണം, തോൽപ്പാവക്കൂത്ത്, ആടൽപ്പറ്റ് എന്ന നാമധേയത്തിൽ ഇത് അറിഞ്ഞു വരുന്നത്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുഴയും പുഴയുടെ തീരങ്ങളിലുമാണുള്ളത് കൂടുതലായിട്ടും. ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ, അതായത് കഞ്ചിക്കോട്, വാളയാർ മുതൽ പൊന്നാനി വരെ ആ കടലിൽ ചെന്ന് ചേരുന്നത് വരെ ഉള്ള ആ ഭാഗങ്ങളിലും അതിൻ്റെ ശാഖകളിലും ഉപശാഖകളിലുമാണ് ഈ ഭദ്രകാളി കാവുകളുള്ളത്. ഈ ഭദ്രകാളി കാവുകളിലാണ് തോൽപ്പാവക്കൂത്ത് ദേവി പ്രീതിക്ക് വേണ്ടി, ദേവി കാണുവാൻ ആയി ഞാൻ മേൽ പറഞ്ഞ ഐതിഹ്യ പ്രകാരം നടന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആചാരം പ്രകാരം രാമായണ കഥ സമ്പൂർണ്ണമായും ഓരോ ഗ്രാമങ്ങളിലും ആ നാടിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ആ ചൈതന്യം ഉണ്ടാകുവാൻ വേണ്ടി, ദേവിയുടെയും ദേവന്മാരുടെയൊക്കെ ചൈതന്യം ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള ഈ പാവക്കൂത്തും എല്ലാം അവിടെ നടന്നെങ്കിൽ മാത്രമേ ചൈതന്യം ഉണ്ടാവൂ എന്ന വിശ്വാസമുള്ള കാരണം കൊണ്ട് ഓരോരോ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഗ്രാമങ്ങളിലൊക്കെ കൂത്തുമാടങ്ങൾ എന്ന് പറയും. പാവക്കൂത്ത് നടത്തുവാനുള്ള പെർമനൻറ്റ് തിയേറ്റർ എന്ന് പറയും. കൂത്തുമാടങ്ങൾ 42 അടി നീളവും 12 അടി വീതിയും 6 അടി ഉയരവുമുള്ള പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ, പപ്പറ്റ് തിയേറ്റർ എന്ന് പറയുന്ന ആ കൂത്തുമാടത്തിലാണ് പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഏറ്റവും കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ പാവകളി തോൽപ്പാവക്കൂത്തുണ്ടെങ്കിലും നമുക്ക് മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ്, കൂത്തുമാടം എന്ന് പറയുന്ന
എല്ലാ വർഷവും ജനുവരി മാസം മുതൽ ഒരു 6 മാസക്കാലം ജൂൺ മാസം 10-ാം തീയതി വരെയൊക്കെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് മേൽപ്പറഞ്ഞ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കൂത്തുമാടങ്ങളിൽ 7 ദിവസം 14, 21, 41, 90 ദിവസം വരെ ദേവിക്ക് വേണ്ടി ഇഷ്ട വഴിപാടായി സ്പോൺസർമാർ നിറയെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ 7 ഉണ്ടായിരുന്നു, ഇപ്പോൾ 14 ദിവസമായി. അപ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള അങ്ങനെ 210 മണിക്കൂറോളം ആയെങ്കിൽ മാത്രമേ തോൽപ്പാവക്കൂത്ത് രാമ അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ദേവി ഈ പാവക്കൂത്ത് കൊണ്ട് സന്തോഷിക്കുന്നു. ആ സന്തോഷമാണ് നാടിൻ്റെ ആ സന്തോഷം, നാടിൻ്റെ ജനതയുടെ സന്തോഷം. ആ നാട്ടിൽ ചൈതന്യം ഉണ്ടാകുന്നു എന്ന വിശ്വാസമുള്ളത് കൊണ്ട് ഇപ്പോഴും കാണികളില്ലാതെ, പണ്ട് കാലങ്ങളിൽ വേറൊരു മീഡിയ ഉണ്ടായിരുന്നു, ഇപ്പോൾ TV പോലുള്ള മീഡിയ ഒക്കെ ഇന്ന് കാലഘട്ടങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ആസ്വദിക്കുവാൻ ജാതി മതഭേദമന്യേ വർണ്ണ ഭേദമന്യൊക്കെ എല്ലാവരും കണ്ടിരുന്നൊരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. 10 മണി മുതൽ 5 മണി വരെ ഈ പാവക്കൂത്ത് അവതരിപ്പിച്ച് വരുന്നു. അങ്ങനെയുള്ളൊരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഇത് സിനിമയുടെ ആദ്യ രൂപമാണ്. ഭാരതത്തിലെ ആദ്യ സിനിമയായിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമ മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ ആ സിനിമയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ IFFKയുടെ ലോഗോ. ആ ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രം G. അരവിന്ദൻ 1990 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരെ കാണുകയും, അപ്പോൾ ഒരുപാട് പഴയ പാവകളൊക്കെ ഉണ്ട്. ആ പാവകളിൽ നിന്നുകൊണ്ട് എല്ലാം നോക്കി കാണുകയുണ്ടായി. അത് ഒരു സന്ദേശം ഉൾക്കൊണ്ട ഒരു പാവയാണ് ഈ ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രം. ആ ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ IFFKയുടെ ലോഗോവായി ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ ആദ്യ രൂപം, അതുപോലെ തന്നെ എനിമേഷൻ്റെ ആദ്യ രൂപം എന്നൊക്കെ പറയാം. അതായത് അസ്ത്രങ്ങളൊക്കെ കൂട്ടിമുട്ടുന്ന സമയത്തൊക്കെ തീപ്പൊരി പാറിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ തോൽപ്പാവക്കൂത്തിലുണ്ട്. അപ്പോൾ എനിമേഷൻ്റെ ആദ്യ രൂപം, സിനിമയുടെ ആദ്യ രൂപം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്നാണ് ഈ തോൽപ്പാവക്കൂത്ത്. ദേവി പ്രീതിക്ക് വേണ്ടി ഇപ്പോഴും മുടങ്ങാതെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി കൂത്തുമാടങ്ങളിൽ അവതരിപ്പിച്ച് വരുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരൊക്കെ അതിന് പ്രൊമോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്തെല്ലാം ഭാഗങ്ങൾ കമ്മിറ്റിയായി ആ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ ഉത്സവങ്ങൾ ഗംഭീരമാക്കുവാൻ വേണ്ടി തോൽപ്പാവക്കൂത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇന്ന് സ്പോൺസർമാർ കൂടിയിരിക്കുന്നു. അതായത് സാമ്പത്തികമായിട്ടും എല്ലാവരും ഇന്ന് മുന്നോക്കാവസ്ഥയിലാണ്. പക്ഷേ മാനസികമായിട്ട് എല്ലാവർക്കും വിഷമത്തിലാണ്. ഓരോ വ്യക്തിയെ നോക്കിയാൽ അറിയാം, അവരുടെ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വക ഒരു ദിവസം കൂത്ത് വേണം. ജാതി മതഭേദമന്യേ എല്ലാവരും പാവക്കൂത്ത് സ്പോൺസർ ചെയ്യുന്ന അമ്പലങ്ങൾ യഥേഷ്ടമുണ്ട്. ഈ പാലക്കാടും അതുപോലെ മലപ്പുറത്തും തൃശ്ശൂരിലും കൂടി. ഇതിനെ തോൽപ്പാവക്കൂത്ത് എന്ന നാമധേയം വരുവാനുള്ള കാരണം ഇതെല്ലാം മാൻതോല് കൊണ്ടാണ് കേരളത്തിൻ്റെ പാവകളൊക്കെ നിർമ്മിക്കുന്നത്. കേരളവും ഒറീസയും ആ 2 സംസ്ഥാനങ്ങളിലും മാൻതോല് കൊണ്ടുള്ള പാവകളെയാണ് ഉപയോഗിച്ച് വരുന്നത്. എന്തുകൊണ്ടാണ് മാൻ്റെ തോല് ഉപയോഗിക്കുന്നത് എന്ന് കേരളത്തിൻ്റെ ആ ചരിത്രം പറയുമ്പോൾ, മാൻ പവിത്രമായിട്ടുള്ള മൃഗമാണത്രേ. അതുപോലെ രാമായണം ഏറ്റവും പവിത്രമായിട്ടുള്ള കഥയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് മാൻതോൽ ഉപയോഗിച്ച് വരുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ പുള്ളിമാൻ, കലമാൻ, കേഴമാൻ എന്ന് പറയുന്ന ഏതെല്ലാം മാനുണ്ടോ ആ മാനിൻ്റെ തോൽ ഉപയോഗിച്ചുകൊണ്ടാണ് പാവകൾ ചെയ്തു വന്നിരുന്നത്. നമസ്കാരം, ഞാൻ രാജീവ് പുലവർന്നാണ്. പാരമ്പര്യമായും തോൽപ്പാവക്കൂത്ത് എന്ന കലാകുടുംബത്തിലെ 13ാം തലമുറയിലെ കലാകാരനാണ്. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിനടുത്ത് കൂനത്ര എന്ന സ്വദേശത്ത് പൂർണ്ണസമയം പാവകളി കലാകാരനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു പാവ നിർമ്മാണമാണ് ഇവിടെ ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ മാന്തോല് കൊണ്ടാണ് പാവകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുന്നേ ഓലകൾ കൊണ്ടായിരുന്നു പാവകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ പറയപ്പെടുന്നത് ഓലപ്പാവക്കൂത്ത് എന്നാണ്. തോല് നമ്മളെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങി, അറവുശാലയിൽ നിന്ന് തോല് വാങ്ങി അത് വലിച്ചുണക്കിയെടുത്ത് 2-3 ദിവസം നല്ലോണം സൂര്യപ്രകാശം കൊള്ളിച്ചതിന് ശേഷമാണ് നാം ഏത് പാവയാണ് നമുക്ക് ആവശ്യം അതിനെ വരച്ചെടുത്ത് കുത്തിയുണ്ടാക്കി ചെയ്യുന്നത്. നമുക്ക് അട്ടി കിട്ടുന്നത് 1-2 ലിറ്റർ ചായങ്ങളാണ്. അത് നമ്മളോരോ കുപ്പിയിലാക്കി വയ്ക്കും. വർഷത്തിൽ എപ്പോഴാണ് ഈ മെറ്റീരിയലും കിട്ടുന്നത് ആ സമയത്ത് കാച്ചി കുറുക്കിയെടുക്കി
ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ രീതി തന്നെയാണ്. ചപ്പങ്കം, മേങ്ങ, പ്ലാവ്, അമരയില പിന്നെ ആ ഇലേനെ എടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ് ആ ചാറ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പച്ച കളർ ഉപയോഗിക്കുന്നത്. തോൽപ്പാവക്കൂത്തിൻ്റെ പാവകളുടെ ഓരോ പാവകളും കലാകാരൻ്റെ മനോധർമ്മം അനുസരിച്ചിട്ട് കലാനുവൃത്തിയായിട്ട് ഓരോ പാവകളും മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പണ്ട് കാലത്തെ പാവകളുടെ ചായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പാറ്റേൺ ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ ചായങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചില പാവകളിലെ നമ്മൾ മാൻതോല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മാൻതോല ബ്ലാക്ക് ഷാഡോ ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം അതിന് പ്രത്യേകിച്ച് വേറെ ചായങ്ങളൊന്നും, പ്രത്യേകിച്ച് മഞ്ഞയും ചുവപ്പും പച്ചയും അങ്ങനെ വ്യത്യസ്ത രീതിയിലെ ചായങ്ങളൊന്നും കൊടുക്കാമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ കലാകാരൻ്റെ ഓരോ മാറ്റങ്ങൾ ഓരോ കഥകൾക്കും ഒരു സന്ദർഭങ്ങൾക്കും ഒരു സാഹചര്യങ്ങൾക്കും കാലഘട്ടങ്ങൾക്കനുസരിച്ച് കൊണ്ട് ലഭ്യമാകാവുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കിട്ടാവുന്നതിനെയാണ് കലാകാരൻ ഓരോ കാലഘട്ടങ്ങളും മാറ്റങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് മ്യൂറൽ ശൈലിയുള്ള ചായങ്ങൾ നിർമ്മാണം, പിന്നെ കഥകളിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള മനോഹര അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കളറുകളെല്ലാം കലാകാരൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പുതിയ പുതിയ ശൈലികളും ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ പാവേനെ നിഴലിലൂടെ കാണുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷാഡോണ് കാണുന്നുണ്ടാകും. പക്ഷെ നാം അത് ഇപ്പോൾ അതിനെ മറ്റു വേദിയിൽ ഇപ്പോൾ പുറമേട് നോക്കുന്ന സമയത്ത് ആ ചായങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ആ കൊത്തുപണികളും ആ ചായങ്ങളിലൂടെയാണ് ഒരു പാവേനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്നത് കൈയാണ്, ഇന്നത് വസ്ത്രമാണ്, ഇന്നത് ആഭരണങ്ങളാണെന്നെല്ലാം എടുത്തറിയാനെന്നൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ചായങ്ങളെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരപ്രദമാകും. പഴയൊരു പാവയുടെ ഒരു ശൈലിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബാലിയുടെ പുത്രൻ അങ്കദൻ എന്ന് പറയപ്പെടുന്ന ആ ഒരു കഥാപാത്രമാണ്. ഇതിനെ പ്രതിപാദിക്കുന്നത് ഇത് മാൻതോലാണ്. ഇത് ചായങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ചായങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ എണ്ണ വീണിട്ടും ഈ വിളക്കിൻ്റെ എണ്ണ വീണിട്ടും എല്ലാം ചായങ്ങളൊക്കെ പോയി. ഒരു 700 വർഷത്തിലൊക്കെ അധികം പഴക്കമുള്ളൊരു പാവയാണ് ഈ പാവ. തോല് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, കേടുവരില്ല. പഴയ പോർച്ചട്ടയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തോല് കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കേടുവരില്ല, കുറേ കാലം നിൽക്കും. ഒരു 700 വർഷം പഴക്കമുള്ള ഒരു പാവയാണ് ഈ പാവ എന്ന് അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഇനി ഇതിൻ്റെ ആ സ്ട്രക്ചർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പണ്ട് കാലത്തുള്ള കലാകാരന്മാരായിരുന്നു ഇത് ചെയ്ത് വന്നിരുന്നത്. ഇപ്പം ഞങ്ങൾ അടുത്ത കാലത്ത് ഞങ്ങൾ പുതിയ പാവകളൊക്കെ ഞങ്ങൾ ചിട്ടപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൊത്തുപണിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മളുടെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് ഈ പാവക്കൂത്തിൻ്റെ കൊത്തുപണിക്ക് കാണാം. ചില പാവകളുടെ കണ്ണ് 2 കണ്ണുണ്ടായിരിക്കും, ചില പാവകൾക്ക് 1 കണ്ണായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ പെർഫെക്ഷൻ അത് വളരെ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് സൂര്യനെ പ്രതിദാനം ചെയ്യുന്നു. ചന്ദ്രൻ, അർദ്ധചന്ദ്രൻ, ഇത് അർദ്ധചന്ദ്രനാണ് ഈ കൊത്തുപണി. അപ്പോൾ സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം തരുന്ന ഒന്നാണ് ചന്ദ്രൻ. പ്രകാശമാണ് എല്ലാ മതസ്ഥരുടെയും ആദ്യ ദൈവം. ആ പ്രകാശത്തിൽ നിന്നാണ് ചൈതന്യം ഉണ്ടായത്. ആ ചൈതന്യത്തിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായി എന്നതിനെ കാണിക്കുന്ന ഒരു കാർഷിക മേഖലയിൽ ഇത് നെന്മണിക്കൊത്ത് എന്ന് പറയും. ഈ കാണുന്ന കൊത്തുപണിക്ക് പറയുന്നതാണ് നെന്മണിക്കൊത്ത്. ഇതെല്ലാം നെന്മണിക്കൊത്താണ്. അപ്പോൾ കാർഷികമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഇത് വീരാളിപ്പട്ടെന്ന് പറയും, രാജാക്കന്മാരുടെ ആ വസ്ത്രത്തിൻ്റെ ഡിസൈനാണിത്. അപ്പോൾ പഴയ ഈ റോയൽറ്റി എല്ലാം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ വീടുകളിലും കൊട്ടാരങ്ങളിലൊക്കെ ഈ ഡിസൈൻ ഉപയോഗിക്കും. അപ്പോൾ സമ്പത്ത് നിറഞ്ഞു വരുന്ന പറയുക. അപ്പോൾ വീരാളിപ്പട്ട്, അപ്പോൾ ചന്ദ്രൻ, സൂര്യൻ, പിന്നെ നെന്മണിക്കൊത്ത്, പിന്നെ വാദ്യങ്ങളുടെ ഉണ്ടാവും. ചില പാവകളിലൊക്കെ വാദ്യങ്ങളുടെ അത് കാണാം. ആ ഉടുക്കിൻ്റെ ആകൃതിയിലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആകൃതിയിലുമുള്ള കൊത്തുപണി വാദ്യങ്ങളും കാർഷികവും അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളും എല്ലാം പല പാവകളിലും കാണാം. പിന്നെ അധികവും ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പല മുദ്രകളുണ്ട്. നാട്ടുശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ മുദ്രകളും തോൽപ്പാവക്കൂത്തിലുണ്ട്. രാമനായാലും രാവണനായാലും
ഈ ചിന്മുദ്രയായിരിക്കും കൂടുതൽ കാണുക. കാരണം സമാധാനമാണ് ആവശ്യം. ലോക ജനതയ്ക്ക് നൽകുന്ന സന്ദേശമാണ് ജീവിതത്തിൽ സമാധാനമെന്ന്. അപ്പോൾ ആ സമാധാനത്തിൻ്റെ മുദ്രയായിരിക്കും ഈ മുദ്ര ഉണ്ടായിരിക്കുക. പിന്നെ അതിന് പുറമെ എന്താ മുഷ്ടിമുദ്ര, മൃഗമുദ്ര, ജ്ഞാനമുദ്ര, യോഗമുദ്ര, അങ്ങനെ പല പല രീതിയിലുള്ള മുദ്രകളും തോൽപ്പാവക്കൂത്തിന് ഏതെല്ലാം മുദ്രകളുണ്ടോ അതെല്ലാം തോൽപ്പാവക്കൂത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവക്കൂത്തിൻ്റെ ഒരു ഞങ്ങൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇതെല്ലാം ആധുനികമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന രാമായണ കഥയ്ക്ക് പുറമേ ഗാന്ധിജിയുടെ ചരിത്രം എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. 2000 കാലഘട്ടങ്ങളിൽ ഒരു ഗാന്ധിജിയുടെ കഥ ചെയ്യണമെന്ന്. അപ്പോൾ ഗാന്ധി കഥ, യേശുദേവൻ്റെ കഥ, അതുപോലെ അറബിക് കഥകൾ. തോൽപ്പാവക്കൂത്തിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ രാജാക്കന്മാരായിരുന്നു. ചോളരാജാവിൻ്റെ സാമ്രാജ്യമായിട്ടുള്ള അവിടുത്തെ ആസ്ഥാന കവികളായിരുന്നു അത്ര ഞങ്ങളുടെ പൂർവികരൊക്കെ. അപ്പോൾ രാജാവിൻ്റെ ഉപദേശകന്മാർ കൂടിയായിരുന്നു. ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷ തമിഴ് ഭാഷയാണ്. ഇവിടുത്തെ കേരളത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് തമിഴ് സംസ്കാരമാണ്. മലയാള ഭാഷ ഉണ്ടായിട്ടുള്ളത് 12-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെങ്കിലും 15-ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരിയും തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും കാലഘട്ടത്തിലാണ് വളരെ പ്രബലമായി ആ ഭാഷ രൂപം കൊണ്ടത്. അപ്പം അങ്ങനെയുള്ള ഈ തമിഴ് പണ്ഡിതന്മാരാണ് പുലവർ എന്ന് പറയുന്ന സമുദായക്കാരാണ്. സമുദായമല്ല, ജാതിയുമല്ല, മഹാപണ്ഡിതന്മാരാണ് തോൽപ്പാവക്കൂത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ രാജാവിൻ്റെ ആ ഉപദേശപ്രകാരം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി രാജാവിനെ കൂത്ത് പറഞ്ഞ് കേൾപ്പിക്കുക. അതുപോലെ തന്നെ 8, 10, 12 പേര് ഈ കൂത്തുമാടത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. വാദ്യക്കാർ വേറെ, കഥകക്കാർ വേറെ, മാല കെട്ടുന്നവർ വേറെ. പണ്ട് കാലത്തൊക്കെ രാജാവിൻ്റെ ആവശ്യാർത്ഥം അന്ന് ഭക്ഷണം വളരെ സുലഭമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ കലാകാരന്മാർക്ക് പേരും പെരുമയാണ് ആവശ്യം. അതാണ് ഈ പുലവർ. വാദപ്രതിവാദങ്ങളിലൂടെ ജയിച്ചുകൊണ്ട് പണ്ഡിതൻ എന്ന സ്ഥാനം വരുന്ന ഒരു അംഗീകാരമാണ് പുലവർ സ്ഥാനം. അപ്പോൾ രാജാക്കന്മാരെ പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കമ്മിറ്റി ആയ ശേഷം ഈ പാവക്കൂത്ത് പഠിക്കുവാൻ ഉള്ള ആ കലാകാരന്മാരും കുറവായി. പിന്നൊക്കെ 15ഉം 20ഉം പേര് നിന്നുകൊണ്ട് പാവക്കൂത്ത് അവതരിപ്പിച്ചുന്ന പോന്ന ആ കൂത്തുമാടത്തിൽ ഇപ്പോൾ വെറും 2 പേരായി. തോൽപ്പാവക്കൂത്തിൽ പണ്ട് കാലങ്ങളിൽ സംഗീതം, സാഹിത്യം, അതുപോലെ തന്നെ അതിൻ്റെ വാചാലത, വാഗ്മീയത വളരെ ഗംഭീരമായിരുന്നു. അതായത് സംഗീതം പഠിച്ചിരിക്കണം, പാട്ടുകൾ സംഗീതത്തിൽ പാടണം. മാത്രമല്ല സംഗീതത്തിൽ പാടുന്നതിന് പുറമെ അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാഖ്യാനം, അത് വളരെ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ശൈലി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പദം എടുത്താൽ അതിന് വിശദമായിട്ട് ലോകം മുഴുവൻ പോയിട്ടാണ് ഈ പാവകളി കലാകാരന്മാർ വരുന്നത്. അതിൻ്റെ ആ ഭാഗത്തിൽ എത്തിച്ചേരും, അവസാനം അവിടെ തന്നെ എത്തിച്ചേരും. കാര്യം എവിടെ നിന്ന് എടുത്തോ ആ പോയിൻ്റ് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടുള്ള ആ വ്യാഖ്യാനങ്ങളൊക്കെ പറയും. അപ്പോൾ ഇന്നിപ്പോൾ ആ സംഗീതം നഷ്ടപ്പെട്ടു. അപ്പോഴേ ആ സംഗീതം ഞാൻ വീണ്ടെടുത്തു. പുതിയ പുതിയ കഥകളിലൂടെ ഗാന്ധി കഥയും മേശുകഥയും അതുപോലെ തന്നെ ലഹരിക്കൂത്ത്, പിന്നെ ചണ്ടാല ഭിക്ഷുകി, ഇതിലൊക്കെ കുമാരനാശാൻ്റെ കവിതകളൊക്കെ എടുത്തുകൊണ്ട് സംഗീതത്തിലൂടെ പാടിക്കൊണ്ട് ആയിരുന്നു ആ കഥകൾ ചെയ്തു വന്നിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് എനിക്ക് പറ്റാവുന്ന പദ്യങ്ങളും ആ ഗാനങ്ങളൊക്കെ ഞാൻ പാടും. അതിൽ കാരണം ഈ കൂടുതലായിട്ടും അതിൻ്റെ സംഗീത ശൈലി വരണമെങ്കിൽ സംഗീതം അറിയുന്ന കലാകാരന്മാരെ കൊണ്ടുവന്ന് പാടിക്കണം. അപ്പോഴാണ് ഇന്നത്തെ കാലത്ത് ആസ്വാദക ആ ഒരു വേദി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആസ്വാദകർക്ക് വേണ്ടിയിട്ട് സംഗീതജ്ഞന്മാരെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഞങ്ങൾ പാട്ട് പാടുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ സദസ്സം ഉണ്ടാവാറുണ്ട്. ഗംഭീര കയ്യടിയും കിട്ടാറുണ്ട് ഞങ്ങൾക്കൊക്കെ. അതങ്ങനെ ആണ് ഇപ്പോഴത്തെ ശൈലി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. കഥ എഴുതി, തിരക്കഥ എഴുതി, അതിന് സംഗീതം കൊടുത്തുകൊണ്ട് അതിൻ്റെ നരേഷൻ എല്ലാം ഭാവനിർമ്മാണം മുതൽക്ക് എല്ലാം തുടങ്ങി അതിൻ്റെ അവസാനം വരെ ആ കഥ ഒരു സിനിമ കാണുന്ന പ്രതീതി ഉണ്ടാവണമെങ്കിൽ അതിനെ അത്രയും വളരെ മനോഹരമായി ചേർത്ത് കോർത്ത് ഇണക്കിക്കൊണ്ട് പോയാൽ പാവനാടകം ഏറ്റവും വിജയിക്കുന്ന ഒന്നാണ്. തോൽപ്പാവക്കൂത്ത് നടക്കുമ്പോൾ ഒരുപാട് വിശ്വാസത്തിൻ്റെ ഭാഗമായി ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ പണ്ട് ഭക്തി, ശ്രദ്ധ, ബഹുമാന, വിനയത്തോടു കൂടി എല്ലാവരും ഇത് ആചരിച്ച് പോന്നിരുന്നു. ഇപ്പോഴും ആ ആചാരങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ അമ്പലങ്ങളിലും അതിൻ്റെ ആചാര ശൈലി വേറെ വേറെയാണ്. ആദ്യം ആരംഭിക്കുന്ന ജനുവരി മാസം 1-ാം തീയതി ആരംഭിക്കുന്ന എടപ്പാൾ കുളങ്ങര എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിലെ ആചാരം എന്ന് പറയുന്നത് വെളിച്ചപ്പാടിൻ്റെയും നാട്ടുകാരുടെയും അകമ്പടിയോടുകൂടി കൂറ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. കൂറ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വെള്ള തുണി
എനിക്ക് പറയുന്ന കൂറ എന്നാ പറയുക, ആഴപ്പുടവ എന്നാണ് പറയുക. ദേവി ഉടുത്തിരിക്കുന്ന പുടവയാണ് ഈ വെള്ളപ്പുടവ. അപ്പോൾ ഈ തുണി ഏറ്റു വാങ്ങി കൊണ്ടുവന്ന് നാട്ടുകാരുടെയൊക്കെ സമ്മതത്തോടു കൂടി കൂറയിടട്ടെ ചോദിച്ചുകൊണ്ടാണ് കൂറ ഇടുന്നത്. അപ്പം അങ്ങനെ ആ കൂറയിടൽ ചടങ്ങ് ഉണ്ടാവും, എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവും. അതിന് പുറമെ ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടാമ്പി പന്തയ്ക്കൽ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാവരും ഓരോ ദേശക്കാരുടെ വക കൂത്തുണ്ടാവും, പ്രൈവറ്റ് കൂത്തുണ്ടാവും, ദേശക്കാരുടെ വക കൂത്തുണ്ടാവും. ഓരോ ദേശം, കീഴായൂർ ദേശം, പട്ടാമ്പി ദേശം, അതുപോലെ പല ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ദേശക്കാരെല്ലാം കൂടി ചേർന്ന് കൊണ്ട് ദേവീനെ കൂത്തുമാടത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരും. വാദ്യമേളങ്ങളോടുകൂടി, പിന്നെ വെളിച്ചപ്പാടിൻ്റെ, നാട്ടുകാരുടെ, കമ്മിറ്റിക്കാരുടെ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ചൂട്ട് വീശിക്കൊണ്ട് ഓരോ വീട്ടിൽ ഉള്ള എത്ര ഭക്തന്മാരുണ്ടോ അവരൊക്കെ ഓരോ ചൂട്ട് പിടിച്ചിരിക്കും. ദേവീനെ വെളിച്ചം കാണിച്ചു കൊടുത്തുകൊണ്ട് കൂത്തുമാടത്തിലേക്ക് സന്തോഷത്തോടുകൂടി ദേവിയേ അമ്മേ എന്ന് സന്തോഷപൂർവ്വം വിളിച്ചുകൊണ്ട് ദേവീനെ ആവാഹിച്ചുകൊണ്ട് കൂത്തുമാടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കൂത്തു പറയുന്ന പുലവരെ ആ ദേവീനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അതാണ് 21 വിളക്ക് ഉണ്ടായിരിക്കും. ആ 21 വിളക്കെന്ന് പറയുന്ന 21 ദിവസം വേണം രാമായണം കഥ പൂർത്തിയാവാൻ. ആ 21 വിളക്കിൻ്റെ വെളിച്ചത്തിലായിരിക്കും പാവകളുടെ നിഴൽ കാണുന്നത്. ഈ കാണുന്ന വെളിച്ചത്തിൻ്റെ അതിൽ കാണുന്ന നിഴൽ ദേവിയാണെന്ന വിളക്ക് എന്ന സങ്കല്പം. അപ്പോൾ അത്രയും പ്രകാശം നാട്ടിലേക്ക് എത്തിക്കുക, ചൈതന്യം എത്തിക്കുക, അതിൻ്റെ ഭാഗമായി ചൂട്ട് വീശിക്കൊണ്ട് എല്ലാ ദിവസവും വരുന്ന ഒരു കാഴ്ച മനസ്സിനെ കൂടുതൽ നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. ഇതാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി യുദ്ധത്തിന് പുറപ്പെടാം. മൂന്നാം രാജാവായിരിക്കട്ടെ, നാലാം രാജാവാ നിന്റെ രാമാദികളാന പേരുകളെ പാർവീച്ചേയവും ഇത് സ്വാമിയാനവർ കാണവും സ്വാമിയാ